എൻ്റെ മാത്രം. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി ഭാനുവിൻ്റെ കണ്ണുകൾ വിടർന്നു. പിന്നീട് അത് സന്തോഷം കൊണ്ട് നിറയുകയും ചെയ്തു. അവൾ പറഞ്ഞിരുന്ന പോലെ തന്നെ മുറ്റം നിറയെ പൂക്കൾ. അവരുടെ ആ മാവൻചൊട്ടിൽ ഒരു ഊഞ്ഞാൽ. വീട് മുഴുവൻ പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി പുതിയ വീട് പോലെ മാറ്റിയിരിക്കുന്നു. അവൾ നിറഞ്ഞ കണ്ണോടെ ചുറ്റും നോക്കിക്കൊണ്ട് ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് തന്നെയായിരുന്നു അവന്റെ നോട്ടം. അവളുടെ കണ്ണിലെ സന്തോഷം കാണി അവന് മനസ്സ് നിറഞ്ഞു. ബാലു അവന്റെ നെഞ്ചിലേക്ക് ചാരി ആ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു. ഇന്ദ്രൻ അവളെ നോക്കി കണ്ണ് ചിമ്മിച്ചിരിച്ചു. ദേ അങ്ങോട്ടേക്ക് നോക്കു പെണ്ണേ. വീണ്ടും അവന്റെ മുഖത്ത് തന്നെ നോക്കിക്കിടക്കുന്നു ബാലുവിനെ നോക്കി ഇന്ദ്രൻ പറഞ്ഞു. ബാലു കരഞ്ഞുകൊണ്ട് ചിരിച്ചു. പിന്നെ അവൻ പറഞ്ഞ പോലെ മുന്നോട്ടേക്ക് നോക്കി പടിയിൽ കയ്യിലൊരു താലവുമായി നിൽക്കുന്ന അമ്മയും സുധിയും മൃദുലയും മൃദുലയുടെ അമ്മയും എല്ലാരെയും കാണെ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവൾ ചിരിയോടെ അവർ നോക്കിയപ്പോഴേക്കും ഇന്ദ്രൻ അവളെയും കൊണ്ട് അവൾക്ക് മുന്നിലേക്ക് നിന്നിരുന്നു. അമ്മ കയ്യിലിരുന്ന് മഞ്ഞളും കുങ്കുമവും കലർത്തിയ വെള്ളത്തിൽ സൈഡിലായി വെച്ചിരുന്ന് കർപ്പൂരം കത്തിച്ച് ഇരുവരെയും ചേർത്തൊഴിഞ്ഞുകൊണ്ട് അത് മൃദുലയുടെ അമ്മയുടെ കൈ കൊടുത്തു. അവരത് സൈഡിലെ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു നിന്നു. സുധി നീട്ടിയ വേറൊരു താലത്തിൽ നിന്ന് ചന്ദനം എടുത്ത് ഇരുവരുടെയും നെറ്റിയിൽ വരച്ചുകൊണ്ട് കുങ്കുമം എടുത്ത് ഭാനുവിന്റെ സീമന്തരേഖ ചുവപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ദ്രന്റെ നെറ്റിയിൽ ചെറുതായൊന്ന് തൊട്ടുകൊടുത്തു. സന്തോഷത്തോടെ പ്രാർത്ഥിച്ചിട്ട് കയറുക അമ്മ അവരോട് പറഞ്ഞതും ഇന്ദ്രൻ ഭാനുവിനെയും കൊണ്ട് അകത്തേക്ക് കയറി. ഹാളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡൈനിങ് ടേബിളും ചെറിയ സോഫ സെറ്റും സൈഡിലായി വെച്ചിരിക്കുന്ന ടിവിയും ഒരു സൈഡിലായിരിക്കുന്ന ഫിഷ് ടാങ്കും എല്ലാം അവൾ വിടർന്ന കണ്ണുകളോടെ നോക്കി. അവൾക്കതൊന്നും നോക്കിയിട്ടും മതി വരാത്ത പോലെ തോന്നി. താൻ പറഞ്ഞ പോലെ തന്റെ ഇഷ്ടത്തിന് ഇന്ദ്രൻ അവൾക്കായി ഒരുക്കിയ വീടിനെ അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അതിനേക്കാൾ ഉപരി ഇന്ദ്രനോടുള്ള അവളുടെ പ്രണയം വീണ്ടും കൂടി. ഭാനു ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവന്റെ മുഖം പിടിച്ച് താഴ്ത്തി കവളിൽ അമർത്തി ചുംബിച്ചു. ആ സമയം ഹാളിലാണെന്നോ ചുറ്റും ആൾക്കാരുണ്ടെന്നോ അവർ ഓർത്തില്ല. അവരുടെ കണ്ണിൽ അവർ മാത്രം. ഇന്ദ്രനും അവന്റെ ഭാമിയും. ഇന്ദ്രൻ അവളെ നെറ്റി ചുംബിച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു. ഇവിടെ ഞങ്ങൾ കുറച്ചു പേരുണ്ട്. സുധിയുടെ ശബ്ദമാണ് ഇരുവരെയും സുബോധത്തിലേക്ക് എത്തിച്ചത്. ഇരുവരും ചമ്മലോട് ചിരിച്ചു. ഇന്ദ്രൻ സോഫയിലേക്ക് ഭാനുവിനെ ഇരുത്തി. ഭാനുട്ടി ഇഷ്ടമായല്ല? നീ പറഞ്ഞ പോലെ തന്നെയില്ലേ എല്ലാം? സുധി അടുത്തുള്ള സിംഗിൾ സോഫയിലായിരുന്നുകൊണ്ട് ചോദിച്ചു. ഭാനു ചിരിയോടെ അതേന്ന് തലകുലുക്കി. ഇന്നലെയാ പണി പൂർത്തിയായത്. ഇന്ദ്രനോട് ഡോക്ടർ പറഞ്ഞിരുന്നു 8 ആഴ്ച ഡിസ്ചാർജ് ചെയ്യുമെന്ന്. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഒന്നാഞ്ഞു പിടിച്ചപ്പോ ഇന്ദ്രന്റെ ഭാമിയുടെ ആഗ്രഹം നടന്നു. സുധി ചിരിയോടെ പറഞ്ഞു. അവളെ നോക്കി നിൽക്കുന്ന ഇന്ദ്രനെ നോക്കി ഭാനു അവനെ തന്നെയാ നോക്കിയിരിക്കുന്നത്. ഭാനുട്ടി. നിർമ്മല ഭാനുവിന്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് അവളുടെ കവിളി തലോടിക്കൊണ്ട് വിളിച്ചപ്പോഴാണ് ഇരുവരും നോട്ടം മാറ്റിയത്. ഭാനു അമ്മയെ നോക്കി. സന്തോഷമായോ അമ്മയുടെ കുഞ്ഞിക്ക്? നിർമ്മല അവളോട് ചോദിച്ചത്. ഭാനു അവരെ നോക്കി തലയാട്ടിക്കൊണ്ട് അവരുടെ തോളിലേക്ക് തല ചായച്ചു വെച്ചു. ഇതുപോലെ ഭാനുവിന് സന്തോഷം നിറഞ്ഞൊരു ദിവസം എനിക്ക് കിട്ടാനില്ലമ്മേ. ഇപ്പൊ സന്തോഷം എന്തെന്ന് അറിയുന്നുണ്ട് ഞാൻ. സ്നേഹം എന്താണെന്ന് അറിയുന്നുണ്ട്. ഇത്രമേൽ എന്നെ പരിഗണിക്കാൻ, എന്നെ സ്നേഹിക്കാൻ ഞാൻ എന്ത് പുണ്യമാ ചെയ്തതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുക. ഭാനു നിറഞ്ഞ കണ്ണുകളോട് പറഞ്ഞുകൊണ്ട് അവരുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. അത് കേൾക്കെ എല്ലാവരും നിശബ്ദരായി. നീ അല്ല കുഞ്ഞി പുണ്യം ചെയ്തത്. നിന്നെപ്പോലെ ഒരു മോളെ കിട്ടിയ ഞാനും, നിന്നെപ്പോലെ ഒരു ഭാര്യ കിട്ടിയ ഇന്ദ്രനും, സുധിക്ക് പെങ്ങളായി കിട്ടിയ ഞങ്ങളാണ് പുണ്യം ചെയ്തവര്, ഭാഗ്യം ചെയ്തവര്. ഞങ്ങൾക്ക് ഈ ജന്മം കിട്ടേണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നിധിയാ എൻ്റെ ഭാനുട്ടി. കരയാതെ, അമ്മയുടെ കുഞ്ഞ് കരയാതെ. ഇനി സന്തോഷിക്കേണ്ട നിമിഷങ്ങളാണ്, ജീവിക്കേണ്ട ദിവസങ്ങൾ. ഭാനുവിൻ്റെ മുഖം ഉയർന്നു തുളച്ചുകൊണ്ട് അമ്മ പറയും. എല്ലാവരും നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കിപ്പോയി. ഇന്ദ്രൻ നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തായിരുന്നു. ഭാമി അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവൻ വിളിച്ചു. കരയാതെ. നിന്റെ നിറഞ്ഞ കണ്ണുകൾ കാണാനല്ല ഞാനും ഇവരും ഇതെല്ലാം ചെയ്തത്, നിന്റെ സന്തോഷം കാണാനാ. അപ്പൊ എൻ്റെ ഭാമിക്ക് ഈ കണ്ണീര് വേണ്ട. ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം തുറച്ചു കൊടുത്തു. ഭാനു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി അവിടെ എല്ലാം നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൾ അവരെല്ലാം നോക്കി ചിരിച്ചു. കരച്ചിപ്പാറു. സുധി അവളെ കളിയാക്കിക്കൊണ്ട് വിളിച്ചത്. ഭാനു അവനെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു.
ഏട്ടാ ഭാനു അവനെ പരിഭവത്തോടെ വിളിച്ചതും എല്ലാവരും ചിരിച്ചുപോയി. വീണ്ടും കുറച്ചു നേരം കൂടി സംസാരിച്ച് എല്ലാവരും ഊണും കഴിച്ചതിന് ശേഷമാണ് അവർ പോയത്. നമ്മുടെ മുറി കാണണ്ടേ ബാമി? എല്ലാവരും പോയി കഴിഞ്ഞ് മുന്നിലെ വാതിലടച്ചു വന്ന് ഭാനുവിൻ്റെ അടുത്തിരുന്നുകൊണ്ട് ഇന്ദ്രൻ ചോദിച്ചതും ഭാനു അവനെ നോക്കി വേണമെന്ന് തലകുലുക്കി. ഇന്ദ്രൻ അവളുടെ മുഖം ഇരു കൈകൊണ്ടും കോരിയെടുത്ത് അവളുടെ മുഖം മുഴുവനും ചുണ്ടമർത്തി. ഭാനു നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ആ ചുംബനങ്ങളെല്ലാം ഏറ്റുവാങ്ങി. ഇന്ദ്രൻ അവളുടെ നെറ്റി കൂടി ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവളെ കൈകളിൽ കോരിയെടുത്ത് അവരുടെ ആ ചെറിയ മുറിയിലേക്ക് നടന്നു. തുറക്ക് ചിരിയോടെ വാതിലിന് മുന്നിൽ നിന്നുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞതും ഭാനു ഒരു കൈ കൊണ്ട് വാതിൽ തള്ളി തുറന്നു. മുന്നിലെ കാഴ്ച കണ്ട് ഭാനുവിൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ടും സന്തോഷം കൊണ്ടും വിടർന്നു. അവൾ ആ മുറിയാകെ കണ്ണോടിച്ചതും ഇന്ദ്രൻ അവളെയും കൊണ്ട് അകത്തേക്ക് കയറി. മുറിയാകെ പിങ്ക് പെയിന്റ് അടിച്ച് ചുവരിൽ നിറയെ ഇന്ദ്രൻ്റെയും ഭാനുവിൻ്റെയും ഫോട്ടോ, മിക്കവയും ഭാനുവിൻ്റെ മാത്രം ചിത്രങ്ങൾ. ഇന്ദ്രൻ അവളെ മാത്രം നിർത്തിയെടുത്തതും അല്ലാതെ അവൾ അറിയാതെ എടുത്തതുമായ അവളുടെ കുറുമ്പും പൊട്ടിച്ചിരിയും നിറഞ്ഞ ഫോട്ടോസ് ഭാനു എല്ലാ ചിത്രത്തിലൂടെയും കണ്ണോടിച്ചു. പതിയെ ചുവരിനൊരു വശത്തായി പണിതു ചെറിയൊരു ജനാലയെ അവളുടെ കണ്ണുകളോടക്കി ഭാനു ചിരിയോടെ അതി നോക്കിക്കൊണ്ട് ഇന്ദ്രനെ നോക്കി. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ ഇന്ദ്രൻ അവളെയും കൊണ്ട് അകത്തേക്ക് കയറി. ഭാനുവിന് താൻ അവസാനമായി കണ്ട മുറിയല്ല അതൊന്ന് തോന്നിപ്പോയി. അത്രയും മാറ്റം ഉണ്ടായിരുന്നു അവിടെയെല്ലാം. ഇന്ദ്രൻ അവളെ ആ ജനാലക്കടുത്തേക്ക് കൊണ്ടുപോയി. ഭാനു ആ തടി കൊണ്ട് നിർമ്മിച്ച ചെറിയ ജനാലപ്പാളി തള്ളി തുറന്നു. അവൾ പറഞ്ഞ പോലെ മുറ്റത്തെ ചെടികളും ഊഞ്ഞാലും ആകാശവും എല്ലാം അതുകൂടി കാണാൻ പറ്റുന്നുണ്ട്. ഇഷ്ടായോ? ഇന്ദ്രൻ അവളുടെ മുഖത്തെ ചിരി നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു. ഒരുപാട്, ഭാനു പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തലചാരി. ഇന്ദ്രൻ ഭാനുവിനെയും കൊണ്ട് അവളെ മടിയിലിരുത്തി ബെഡിലേക്ക് ചെന്നിരുന്നു. അപ്പോഴാണ് അവൾ ബാക്കി കൂടി നോക്കുന്നത്. പുതിയ ബെഡ് ഷീറ്റോ വിരിച്ചിരിക്കുന്നത്. ബെഡിൽ കിടന്ന് ജനാല കാണാൻ പറ്റുന്ന രീതിയിൽ കട്ടിൽ തിരിച്ചിട്ടുള്ളത്. ബെഡിനടുത്തായി ചെറിയൊരു ടേബിളും പുതിയതാ, സിംഗിൾ ടേബിൾ. ചെറിയൊരു ഷെൽഫും കൂടി വന്നിട്ടുണ്ട്. കാണാൻ തന്നെ അതിനൊരു ഭംഗിയുള്ള പോലെ. ജനാലയുടെ അപ്പുറം സൈഡിലായി പുതിയ ഒരു വലിയ അലമാരി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഭാനു എല്ലാം നോക്കിക്കൊണ്ട് ഇന്ദ്രന്റെ മടിയിലായിരുന്നു. എന്ത് ഭംഗിയാ ഇന്ദ്രേട്ടാ, ഇത് നമ്മുടെ റൂം തന്നെയാണോ? ഭാനു വിസ്മയം കൊണ്ട് ചോദിച്ചു പോയി. നമ്മുടെ മുറി തന്നെയാ, പിന്നെ ഭംഗി. എൻ്റെ ഭാമിയുടെ ഇഷ്ടങ്ങൾ എപ്പോഴും ഭംഗിയുള്ളതല്ലേ, അപ്പൊ റൂമിനും ഭംഗി വരും. ഇന്ദ്രൻ അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ കവിളി കൈവച്ച് അവളുടെ മുഖം അവൻ്റെ മുഖത്തിന് നേരെ തിരിച്ചു. ഭാമി, അവൻ്റെ ശബ്ദം പെട്ടെന്ന് തന്നെ ആർദ്രമായി. അവൻ്റെ കണ്ണി നോക്കിക്കൊണ്ട് അവൾ മൂളി. എപ്പോഴും ഇങ്ങനെ സന്തോഷമായി ചിരിച്ചുകൊണ്ടിരിക്കണം നീ, അവൻ പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന അവളുടെ ചുണ്ടിലേക്ക് നോക്കി. ഈ സന്തോഷമെല്ലാം നൽകാൻ ഇന്ദ്രേട്ടനുള്ളപ്പോൾ ഇന്ദ്രേട്ടൻ്റെ ഭാമി എപ്പോഴും ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കും. അവൾ പറഞ്ഞുകൊണ്ട് ഒന്നുയർന്നു അവൻ്റെ മൂക്കുരസി. ഭാമി. ഇന്ദ്രൻ അവളുടെ ചുണ്ടി നോക്കിക്കൊണ്ട് തന്നെ അവളെ വിളിച്ചു ഭാനുവൻ. അവൻ്റെ ആ വിളിയുടെ അർത്ഥം പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവളും ആ സമയം അത് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ഭാനുവിൻ്റെ ചുണ്ടിൽ അവന് മാത്രമായി പുഞ്ചിരി വിരിഞ്ഞു. കണ്ണുകൾ വല്ലാതെ തിളങ്ങി. ഇന്ദ്രൻ വിളിച്ചു പൂർത്തിയാക്കും മുന്നേ ഭാനു ഉയർന്ന് അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടിൽ അമർത്തി വെച്ച് കഴിഞ്ഞിരുന്നു. ഇന്ദ്രൻ പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും ഒരു പുഞ്ചിരിയോടെ അവളെ മടിയിൽ നന്നായി കയറ്റിയിരുത്തി അവളുടെ കീഴ്ചുണ്ട് നുണഞ്ഞെടുത്തു. ഭാനു ഒന്ന് കുറുകിക്കൊണ്ട് അവരോട് ചേർന്നിരുന്നതും ഇന്ദ്രന്റെ കൈയും അവളെ ചുറ്റിപ്പിടിച്ചു. പതിയെ അവളെ ബുദ്ധിമുട്ടിക്കാതെ വേദനിപ്പിക്കാതെ ഇന്ദ്രൻ അവളെ ചുംബിച്ചുകൊണ്ടിരുന്നു. പതിയെ ഭാനു അവനെ തിരിച്ചു ചുംബിക്കാൻ തുടങ്ങിയതും രണ്ടുപേരും പരസ്പരം മറന്നുകൊണ്ട് അവരുടേതു മാത്രമായ ലോകത്തേക്ക് അലിഞ്ഞു ചേർന്നു. ദീർഘനേരത്തെ ശാന്തമായ ചുംബനത്തിന് ശേഷം ഇന്ദ്രൻ ഭാനുവിനെ മോചിപ്പിച്ചു. ഭാനു ചെറിയ കിതപ്പോടെ അവൻ്റെ നെഞ്ചിച്ചാരി കണ്ണടച്ചതും ഇന്ദ്രൻ അവളെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണടച്ചിരുന്നു. പതിയെ അവളുടെ കിതപ്പ് മാറിയതും അവനവളെ ശ്രദ്ധിച്ച് ബെഡിലേക്ക് കിടത്തി അവളുടെ അടുത്തായി അവനും കിടന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ അവനെ തന്നെ നോക്കി കിടക്കുമായിരുന്നു. ഇന്ദ്രൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ കട്ടിലിൻ്റെ സൈഡിലായുള്ള കവറി പിടിച്ചതും മുകളിൽ നിന്ന്
ഒരു വൈറ്റിനേറ്റ് വന്നു. ഇരുവരെയും മറച്ചുകൊണ്ട് അവർക്ക് മറയായി മാറി. കൂടെ ആ നെറ്റി പതിപ്പിച്ചിരിക്കുന്ന വെള്ള നക്ഷത്രങ്ങൾ തിളങ്ങാനും തുടങ്ങി. ബാനു കണ്ണു മിഴിച്ച് അത് നോക്കിക്കിടന്നു. കൊള്ളാവോ? അവൻ ചിരിയോടെ അവളോട് ചോദിച്ചതും ബാനു കൈ പൊക്കി ആ നക്ഷത്രത്തിൽ തൊട്ടു. ഓരോ നിമിഷം എന്നെ നെട്ടിക്കുവാണോ ഇന്ദ്രേട്ടാ? ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല ഭംഗിയുണ്ട് ബാനു പറഞ്ഞത്. ഇന്ദ്രൻ ചിരിച്ചു. ഷോപ്പിൽ ചെന്നപ്പോൾ ഇതവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് ശ്രുതി കണ്ടു. അപ്പം തന്നെ അവൻ അതെനിക്കെടുത്ത് ഫോട്ടോ അയച്ചു തന്നു. കണ്ടപ്പോൾ എനിക്കും ഇഷ്ടമായി. പിന്നെ എൻ്റെ ബാമിക്ക് ഒത്തിരി ഇഷ്ടമെന്ന് മനസ്സിലായപ്പോൾ പോകാൻ പറഞ്ഞു. അവൻ വാങ്ങിക്കൊണ്ട് വന്ന് എല്ലാം സെറ്റ് ചെയ്തു. ഇന്ദ്രൻ അവളോട് പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് മലർന്ന് കിടന്നു. ചേട്ടന് ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ? ബാനു അവന് മുഖം ചിരിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ബാങ്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനുടനെ ഇതിൻ്റെ പിന്നാലെയായിരുന്നു. പലതും ഞാൻ പറയും മുന്നേ അറിഞ്ഞു ചെയ്തവൻ. ഹോസ്പിറ്റലിൽ നിന്റെ അടുത്തുനിന്ന് മാറാനുള്ള ഒരവസരം അവനുണ്ടാക്കിയില്ല. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവൻ നമ്മളെ. ഇന്ദ്രൻ ശ്രുതിയെ ഓർത്തുകൊണ്ട് പറഞ്ഞു. സ്വന്തം കൂടപ്പറ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലേ ഇന്ദ്രേട്ടാ? ബാലു ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ തലക്ക് പിന്നിൽ മടക്കി വെച്ച് കയ്യിൽ പിടിച്ചു. ഇന്ദ്രൻ അവളെ നോക്കിക്കൊണ്ട് ആ കൈ നിവർത്തി അവളെ കൈക്കുള്ളിലാക്കി അവന്റെ നെഞ്ചിലായി അവളെ കിടത്തി. അവനെപ്പോലെ ഒരു സഹോദരനെ കിട്ടിയ നീയും അവനെപ്പോലെ നല്ലൊരു സുഹൃത്തിനെ കിട്ടിയ ഞാനും ഭാഗ്യമുള്ളവരാ. നിനക്കറിയോ, വർഷങ്ങളായുള്ള കൂട്ട ശ്രുതിയുമായി അവൻ എൻ്റെ തീരുമാനത്തിനപ്പുറം ഒന്നും പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ചില സമയം ദേഷ്യം വന്നാലും മിണ്ടാതിരിക്കും. അവൻ ആദ്യമായി എന്നോട് ദേഷ്യം കാണിച്ചതും തല്ലിയതും നിനക്ക് വേണ്ടിയാണ്. നിന്നെ വേദനിപ്പിച്ചതുകൊണ്ട് അത്രയ്ക്കിഷ്ടമാണ് അവന് നിന്നെ. അന്ന് ഹോസ്പിറ്റലിൽ എനിക്കൊപ്പം അവൻ്റെ കണ്ണുകളും നിറഞ്ഞു നിന്നെ ഓർത്ത്. ഞാനിരുന്ന പോലെ വെള്ളമില്ലാതെ ആഹാരമില്ലാതെ അവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും കൂട്ടാക്കാതെ ഇരുന്നവൻ അവനെപ്പോലെ ഒരാളെ നമ്മുടെ ലൈഫിൽ കിട്ടിയത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ബാമി, ഇന്ദ്രൻ പറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ അവനെ കേട്ടുകിടന്നു ബാമി. ആ സമയം അവളുടെ മനസ്സിൽ ശ്രുതി എന്ന ഏട്ടം മാത്രമായിരുന്നു. തുടരും.